ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2023 നവംബർ 1 മുതൽ 15 വരെയുള്ള PSC ബുള്ളറ്റിനിൽ വന്ന 10 പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്കാർക്ക് മടങ്ങി വരാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ അജയ്. ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാർക്ക് മടങ്ങി വരാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ അജയ്. കേരള അക്കൗണ്ടന്റ് ജനറലായി ഉത്തർപ്രദേശ് സ്വദേശി അദൂർവ സിൻഹ ചുമതലയേറ്റു. കേരള അക്കൗണ്ടന്റ് ജനറലായി ഉത്തർപ്രദേശ് സ്വദേശി അദൂർവ സിൻഹ ചുമതലയേറ്റു. ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രിയായി കൺസർവേറ്റീവ് നേതാവ് ക്രിസ്റ്റഫർ ലക്സൺ തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രിയായി കൺസർവേറ്റീവ് നേതാവ് ക്രിസ്റ്റഫർ ലക്സൺ തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായി ജോൺസൺ ജോൺ, ജി ഗിരീഷ്, സി പ്രദീപ് കുമാർ എന്നിവർ നിയമിതരായി. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായി ജോൺസൺ ജോൺ, ജി ഗിരീഷ്, സി പ്രദീപ് കുമാർ എന്നിവർ നിയമിതരായി. സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കോ ബാങ്ക്. സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കോ ബാങ്ക്. ഇന്ത്യയുടെ സാത്വിക് സായിരാജ് റങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് ലോക ബാഡ്മിന്റൺ ഡബിൾസിൽ 1ാം റാങ്ക്. ഇന്ത്യയുടെ സാത്വിക് സായിരാജ് റങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് ലോക ബാഡ്മിന്റൺ ഡബിൾസിൽ 1ാം റാങ്ക്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിലേക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിലേക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്കുള്ള നിയമസഭാ അവാർഡ് MT വാസുദേവൻ നായർക്ക്. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്കുള്ള നിയമസഭാ അവാർഡ് MT വാസുദേവൻ നായർക്ക്. ഇറാനിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ രക്തസാക്ഷിത്വത്തിലൂടെ പ്രശസ്തയായ മഹ്സ അമിനിക്ക് മരണാനന്തര ബഹുമതിയായി യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ പുരസ്കാരം. ഇറാനിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ രക്തസാക്ഷിത്വത്തിലൂടെ പ്രശസ്തയായ മഹ്സ അമിനിക്ക് മരണാനന്തര ബഹുമതിയായി യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ പുരസ്കാരം. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ 10 പോയിന്റുകൾ. ഇനി റിവിഷനായിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ക്രിസ്റ്റഫർ ലക്സൺ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്? ഉത്തരം ന്യൂസിലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം കോ ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ പറയുന്നില്ല, അതിന്റെ ആൻസർ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്കാർക്ക് മടങ്ങി വരാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.